Hi friends, welcome to Ranji's Casual Talk. A talk related to cash. അപ്പോൾ നമ്മൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നിങ്ങൾ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് ഹാബിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പൈസ ഉണ്ടാക്കുന്നത് ഒരു സ്കില്ലാണ്. ദ മേക്കിംഗ് മണി ഈസ് എ സ്കിൽ. ദ സേവിങ്സ് എന്നുള്ളത് നമ്മുടെ ഹാബിറ്റാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഹാബിറ്റുള്ള ഒരാൾക്കാരാണ് നിങ്ങൾക്ക് സേവിങ്സിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 4 ടൈപ്പ് സേവിങ്സ് ഉണ്ട്. ഒന്ന് റാൻഡം സേവിങ്സ്. റാൻഡം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ആയിട്ട് സേവ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെയാണ് അബ്സല്യൂട്ട് സേവേഴ്സ്. അബ്സല്യൂട്ട്ലി ഒരു കൃത്യമായിട്ട് 2000 റുപ്പീസാണ് 2000 റുപ്പീസ്, 3000 ആണ് 3000. അത് മാത്രമായിരിക്കും നമുക്ക് എത്ര എമൗണ്ട് വന്നാലും എത്ര എമൗണ്ട് നമ്മളതിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു എമൗണ്ട് മാത്രമായിരിക്കും എപ്പോഴും മാറ്റി വെക്കുക. അവരാണ് അബ്സല്യൂട്ട് സേവേഴ്സ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് പെർസെൻറ്റേജ്. നമുക്ക് എത്ര എമൗണ്ട് ആണോ കിട്ടുന്നത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ്. സപ്പോസ് നമുക്കൊരു 25,000 ആയിരിക്കും നമ്മളിതാണെങ്കിൽ നമ്മളതിൻ്റെ 10%, 2500. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു 30,000 ആണ് ഇൻകം വരുന്നുണ്ടെങ്കിലോ അപ്പോഴും 10,000 ആകുമ്പോൾ നമുക്കൊരു 3,000 ആയി മാറും. അപ്പോൾ നമ്മളൊരു പെർസെൻറ്റേജ് ബേസിൽ നമുക്ക് സേവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു നമ്മളെ വെൽത്ത് ക്രിയേഷന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾ ബേസ്ഡ്. നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് സേവ് ചെയ്യുന്നത് വളരെ കൃത്യമായ ഗോളിലേക്കാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള എമൗണ്ട് കൃത്യമായി സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ അത് നോക്കുക, ഞാൻ ഏത് ടൈപ്പ് സേവിങ്സിലുള്ള ആളാണ്. ഇഫ് ഐ ആം എ റാൻഡം സേവർ, അബ്സല്യൂട്ട് സേവർ, പെർസെൻറ്റേജ് സേവർ ഓർ ഗോൾ ബേസ്ഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 സ്ഥലത്തു നിന്നും നമ്മൾ പെട്ടെന്ന് തന്നെ പെർസെൻറ്റേജിലേക്കോ അല്ലെങ്കിൽ ഗോൾ ബേസിലേക്കോ വരിക. To know more, definitely you are just call away from you. Thank you.